ഇത് വീട്ടിൽ നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ നിങ്ങൾ വളരെ രുചികരമായതും അതിനേക്കാൾ ഏറെ പോഷകപ്രദമായതും ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പം ചായ മനസ്സ എന്നാണ് നിങ്ങൾ മരച്ചീര എന്ന് പറയാറുണ്ട്, ഷുഗർ ചീര എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ പലതരം മായൻ ചീര എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് കാൽഷ്യം, മഗ്നീഷ്യം, നമുക്ക് വേണ്ട അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിൽ ഈ ചെടിക്ക് വളരെ ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾക്ക് രക്തഓട്ടം നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ്, ബ്ലോക്ക് ഒക്കെ ഉണ്ടായി ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്നത് കുറയും, നിങ്ങൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് കുറയും. വെരിക്കോസ് വെയിന് വളരെ നല്ലതാണ് രക്തഓട്ടം വർദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ രക്തഓട്ടം കുറയുന്നത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അപ്പോൾ ഇത് രക്തഓട്ടം വർദ്ധിക്കാൻ ഇതിന്റെ ഇല കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലുകളുടെ, ഞാൻ പറഞ്ഞു കാൽഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ടെന്നൊക്കെ, അപ്പം എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പം എല്ലിന് നിങ്ങൾ ഒരു അസുഖമുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ സന്ധിക്ക് അസുഖമുള്ളവരാണെങ്കിൽ, നിങ്ങൾ പല്ല് പൊടിഞ്ഞു പോകുന്ന അസുഖമുള്ളവരാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഇലക്കറി. അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്നതിൽ ഈ ചെടിയുടെ കഴിവ് വളരെ കൂടുതലാണ്. കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ എല്ലാ ഇലക്കറികളും ചെയ്യുന്ന പോലെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നല്ലതാണ്. ഗർഭിണികൾക്ക് ഏറ്റവും നല്ലതാണ്. അത് കാൽഷ്യം, അയൺ ഒക്കെ ഗർഭിണികൾക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക്. അപ്പൊ അതിനായിട്ട് സപ്ലിമെന്റ്സ് നമ്മൾ കഴിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അബ്സോർപ്ഷൻ ഗർഭിണികൾക്ക് നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഈ ചെടി, ഈ ഒരു ഇല കൂടെ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതുപോലെ വളർച്ചയുടെ കുറവുള്ള കുട്ടികൾക്കൊക്കെ ഈ ചെടി, ഈ ഇല കറി വെച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇത് പലരുടെ വീട്ടിലുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ. ഹൈഡ്രോസൈനിക് ഗ്ലൂക്കോസൈഡ് എന്ന് പറഞ്ഞ ഒരു കെമിക്കൽ ഉണ്ട് ഇതിന്റെ അകത്ത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ കട്ടാണ്, അത് ആക്ച്വലി ഒരു കട്ടാണ്. അപ്പൊ നമ്മളത് കഴിച്ച് കഴിഞ്ഞാൽ കപ്പയുടെ ഇലയിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു കട്ടാണ്. അപ്പൊ നമ്മൾ അത് കഴിക്കുന്നത് നല്ലതല്ല ശരീരത്തിന്. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചിട്ട് വേണം കഴിക്കാൻ. അതുപോലെ അടച്ചു വെച്ച് വേവിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് തുറന്നു വെച്ച് വേവിക്കുന്നതാണ്. നമ്മളിപ്പോൾ അലുമിനിയം പാത്രത്തിലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും മൺപാത്രത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോഹത്തിന്റെ പാത്രത്തിലോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അലുമിനിയം പാത്രത്തിൽ, ഇൻഡാലിയം അതുപോലത്തെ പാത്രങ്ങളിൽ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ഞാൻ പറഞ്ഞത് നന്നായിട്ട് വേവിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ ആ ഒരു കെമിക്കൽ കോമ്പണന്റ് നിർവീര്യമാകുകയും ഇതിന്റെ ബാക്കി പോഷകങ്ങൾ എടുത്തു നിൽക്കുകയും നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന് ഈ കട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്ത് വിഷാംശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കുന്നവര് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ മണ്ടത്തരമാണ് കാണിക്കുന്നത്. ഇത് കഴിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഒരു നേരം ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പൊ ഇത് നമുക്ക് തോരൻ വെച്ചിട്ട് ഉപ്പേരി ആക്കിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അതുപോലെ പരിപ്പിട്ടിട്ട് കറിയായിട്ട് ഇത് കഴിക്കാം. അപ്പൊ ഗ്യാസ് ഒക്കെ